ചേട്ടായി ഇച്ഛാഭംഗം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഏ എവിടുന്ന് കിട്ടി ഈ വാക്ക്? മാഷ് പറഞ്ഞതാ, പരീക്ഷയിൽ തോറ്റ് ഇച്ഛാഭംഗം വരുത്തരുതെന്ന്. ആ എങ്കിലത് തോറ്റവന്റെ അച്ഛന്റെ പേരാ. കുട്ടി തോറ്റാൽ മാഷെ കാണാൻ അച്ഛൻ വരുമല്ലോ. ഏയ്, അതൊന്നും അല്ല. ഇച്ച എന്ന് പറഞ്ഞാൽ ഈച്ചയാണ്. അപ്പോ ഈച്ചയുടെ പങ്ക് എന്നാണോ? ഈച്ചയല്ല ചേട്ടാ, ഇച്ഛ. കുഴപ്പം പിടിച്ച വാക്കാ. നമുക്ക് സൂത്രനോട് ചോദിക്കാം. സൂത്ര, സൂത്ര, ഈ കഴുതമോനൊരു സംശയം. ഈ ഇച്ഛാഭംഗം എന്ന് പറഞ്ഞാൽ എന്താ ചേട്ടാ? വന്നോളൂ ഉറക്കം കളയാനായിട്ട് ഓരോന്ന്. സമാധാനമായി ഒന്ന് റെസ്റ്റ് എടുക്കാനും സമ്മതിക്കില്ലേ? വാക്കിന്റെ ഒക്കെ അർത്ഥം വല്ല അജഗജനോടും പോയി ചോദിക്കടോ. ഓടിക്കോ. ഉറക്കത്തിൽ വല്ലതും ചോദിച്ചാൽ പണ്ടേ സൂത്രന്റെ മൂഡ് പോകും. ഉറക്കത്തിലല്ലല്ലോ, നമ്മൾ ഉണർത്തിയിട്ടല്ലേ ചോദിച്ചത്. വാ, നമുക്ക് അജഗജനെ കണ്ടുപിടിക്കാം. എന്റെ കാട്ടുമുത്തപ്പ, അജഗജൻ ഉറങ്ങല്ലേ. ഏ അജഗജൻ വേറൊരു കുട്ടിക്ക് എന്തോ പറഞ്ഞു കൊടുക്കുകയാ. മാർക്കു കുറഞ്ഞത് ഓർക്കുമ്പോൾ കണ്ണീർ വാർക്കുകയല്ല, പോർക്കുതിരയെപ്പോലെ നേർക്കുനേർ ചെന്ന് തീർക്കുകയാണ് വേണ്ടത്. ഏ അജഗജൻ മാഷേ, ഇച്ഛാഭംഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർത്ഥമറിയാത്തവർ സ്വാർത്ഥത കാണിക്കുന്നത് വ്യർത്ഥമാണ്. പഴുതില്ലാതെ പറയാം. പുഴുതിന്നാത്ത ഇലയിൽ കഴുതമോൻ കൈ വഴുതാതെ ഉഴുതുമറിക്കും പോലെ എഴുതിക്കൊള്ളൂ. വഴുതാം, അല്ല എഴുതാം. ഇച്ഛാഭംഗമെന്നു വച്ചാൽ ഇച്ഛകൾ തുച്ഛമായി സ്വച്ഛത പോയി സ്വയം പുച്ഛിക്കപ്പെടുക. സംഗ്രഹിച്ചു പറയാം, ആഗ്രഹത്തിൻ്റെ വിഗ്രഹം നിഗ്രഹിക്കപ്പെടുക. മനസ്സിലായില്ലേ? പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവർ ഓടിച്ചു വിട്ടു. പാവങ്ങൾ. അങ്ങോട്ട് ചെന്ന് അർത്ഥം പറഞ്ഞു കൊടുത്തേക്കാം, കുട്ടിയല്ലേ. ആ, അതാ വരുന്നു. ചേട്ടൻ്റെ മൂഡ് ഓക്കെ ആയോ? മോനെ, ഇച്ഛാഭംഗം എന്ന് പറഞ്ഞാൽ നിരാശ, അത്രയേ ഉള്ളൂ. എങ്കിൽ ഇതിൻ്റെയൊക്കെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞു തരാമോ? തുച്ഛം, സ്വച്ഛത, സംഗ്രഹിച്ചു, വിഗ്രഹം, നിഗ്രഹിക്കുക. ഹോ, വന്നോളും ശല്യപ്പെടുത്താനായിട്ട്. സമാധാനമായി ഒന്നും നടക്കാനും സമ്മതിക്കില്ലേ?